എല്ലാവർക്കും നമസ്കാരം. നല്ല ദിവസമാണോ? എല്ലാവർക്കും എങ്ങനെ പോകുന്നു? ഇന്ന് വരലക്ഷ്മി വ്രതവുമാണ്. നിങ്ങൾ ആരൊക്കെ 88 മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നോ? ആരെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ ഇന്ന് ചെയ്യണം എന്നുള്ള കാര്യം? രാവിലെ 8:08 ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെയ്തവർക്കൊക്കെ പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പോസിറ്റീവായിരിക്കുക, നല്ലത് നടക്കുന്നു തന്നെ ഉറച്ച് വിശ്വസിക്കുക. പിന്നെ എൻ്റെ മൈക്ക് ഇനിയും ശരിയായിട്ടില്ല. സൺഡേ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ നേരാക്കം കൊടുത്തിട്ടുണ്ട്. സൺഡേ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിൽ ചില സമയത്ത് ചിലരുടെ തോട്ട്സ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ എത്ര ശ്രമിച്ചാലും അവരെ മനസ്സിൽ നിന്ന് കളയാനും പറ്റില്ല. നമ്മൾ ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് വിചാരിക്കും വേണ്ട, ഇവരെ പറ്റി ചിന്തിക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ തോട്ട്സ് എന്തുകൊണ്ടോ നമുക്ക് നിർത്താൻ സാധിക്കാറില്ല. അവരുടെ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും അല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാലോ. നിങ്ങളുടെ മനസ്സിൽ തുടർച്ചയായിട്ട് ഒരാളുടെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ദ റീസൺ വൈ? എന്തുകൊണ്ടാണ് അവരുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തുടരെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന്. ഓക്കെ, ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതേപോലെ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ നമുക്ക് 100% റെസനേഷൻ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. തുടങ്ങാം നമുക്ക്. ഓക്കെ, തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ ഒരാളുടെ ചിന്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവർക്ക് അവരെ വിട്ടുകളയാൻ പറ്റാത്തത്, ഇവരുടെ ചിന്തകൾ നിർത്താൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനൊരു സിറ്റുവേഷൻ? ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിൽ തുടർച്ചയായിട്ട് ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഓർമ്മകൾ ഇവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? സ്വാർട്സ് ആദ്യമേ വീണു. ടെമ്പറൻസ്, 8 of Pentacles, Queen of Cups, 6 of Cups, Hanged Man, the Fool, 8 of Swords, Ace of Wands, Page of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് Page of Wands. ക്ലാരിഫൈ ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. ചിലർക്കെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു പേഴ്സൺ ഉണ്ട്. അവരുടെ ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എനിക്ക് ക്ലാരിഫിക്കേഷൻസ് വേണം, ഒന്ന് പറഞ്ഞു തരും. കാർഡ്സ് ഷഫിൾ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ക്ലാരിഫൈ. 4 of Swords. പ്ലീസ് ക്ലാരിഫൈ. 4 of Swords. ഓക്കെ, നിങ്ങൾക്ക് ഇവരോട് ഒരു കടപ്പാടുണ്ട് കേട്ടോ. കടപ്പാട് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ വളരെ അധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉറക്കമില്ലായ്മയായിരുന്നു, ഓവർ തിങ്കിങ് ആയിരുന്നു, ആകെപ്പാടെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ ഇരുന്ന സമയത്ത് ഇവർ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്നേഹവുമായിട്ട് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സെൽഫ് ലവ്, സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ് എന്താണ് എന്ന് ഇവർ പഠിപ്പിച്ചു തന്നു കേട്ടോ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഇവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കാം, നിങ്ങളായിരിക്കും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഒരുപാട് സ്നേഹവുമായിട്ട് ഇവരുടെ ലൈഫിൽ നിങ്ങളായിരിക്കും കയറിപ്പോയത്.
അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർ നിങ്ങളെ പറ്റി തന്നെ തുടർച്ചയായിട്ട് ഫസ്റ്റ് സിനാറിയോയിലാണെങ്കിൽ ആ കടപ്പാട് മൂലം ഇവരെ നിങ്ങൾക്ക് മറക്കാനേ സാധിക്കില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച്, ഒരു സ്വയം സമ്പാദിക്കണം, സ്വയം റെസ്പെക്റ്റ് ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചത് ഇവരാണ്. അപ്പോൾ ആ റെസ്പെക്റ്റ് മൂലം ഇവരെ നിങ്ങൾക്ക് മറക്കാനേ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ ഇവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളവരെ സ്നേഹിക്കുന്നുമുണ്ട്. സെക്കൻഡ് സിനാറിയോയിൽ നിങ്ങളാണ് ഇവർക്ക് ഈ പറഞ്ഞ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തതെങ്കിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഈ പറഞ്ഞ പോലെ അവർക്ക് നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ എപ്പോഴും വരുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, ഒരു മിററിങ് എനർജി പോലെ നിങ്ങൾക്ക് അതേ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. ഓക്കെ, അവർക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നിർത്താൻ സാധിക്കുന്നില്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അതേ ഫീലിംഗ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ പറ്റിയുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കാത്തത്. സെക്കൻഡ്, ടെമ്പറൻസ്. ക്ലാരിഫൈ ടെമ്പറൻസ് പ്ലീസ്. വൈസ് ടെമ്പറൻസ് കാർഡ്. ടെമ്പറൻസ് കാർഡ് എന്തിനാണ് ഡിവൈൻ ഇവിടെ? ഓക്കെ, അവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് വീണു കേട്ടോ. ജഡ്ജ്മെൻറ്റ് കാർഡ് വീണു. എനിക്ക് ടെമ്പറൻസ് വന്നപ്പോൾ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഷഫ്ലിംഗ് മുഴുവനായില്ല. ക്ലാരിഫൈ ടെമ്പറൻസ് പ്ലീസ്. 10 ഓഫ് സ്വാർഡ്സ്. ഇവിടെ നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നവർ നിങ്ങളും അവരും വിശ്വസിക്കുന്നു കേട്ടോ. എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ തമ്മിൽ. നിങ്ങൾ മിക്കവാറും ഒരു പ്രെയർ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സൊക്കെ ആയിരിക്കണം. ഒരുമിച്ച് ഒരു പ്രാർത്ഥന സംഘത്തിലോ അല്ലെങ്കിൽ ഒരുമിച്ച് പള്ളി, അമ്പലം അങ്ങനെയൊക്കെ പോകുന്നവരായിരിക്കും, അവിടെ വെച്ച് കാണുന്നവരായിരിക്കാം. രണ്ടുപേരും സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം. ഡോക്ടർ, നേഴ്സ്, ലാബ് അസിസ്റ്റൻറ്റ്, സ്പിരിച്വൽ റിലേറ്റഡ്, റേക്കി, ഹീലിംഗ്, അതേപോലെ വക്കീൽ, ഓക്കെ, അഡ്വക്കേറ്റ്സ്, അങ്ങനെ ഉള്ള, അതായത് 3 ആൾക്കാർ നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് ചോദിച്ചിട്ട് വരാറുണ്ട്. തിരിച്ചുമായിരിക്കാം കേട്ടോ. വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം. ഓക്കെ, ചിലപ്പോൾ 2 പേരും തന്നെ ഡോക്ടേഴ്സ് ആയിരിക്കാം, 2 പേരും തന്നെ അഡ്വക്കേറ്റ്സ് ആയിരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ പ്രബലമായിട്ട് ഒരു പ്രയർ ഗ്രൂപ്പിൻ്റെ മെമ്പർ ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നുകിൽ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ അവരായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആംഗിളിൽ നിന്നാണ്. അതായത് നിങ്ങളൊരു ലൈഫിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഒരു സർജറി, ഒരു ആക്സിഡൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കാണണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ഇതായിട്ട് ഒരു ഡിപ്രഷനൊക്കെ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഫാമിലിയിൽ ഒരു ലോസ് വന്ന് കാണണം, ആരെങ്കിലും മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഇവർ ഭയങ്കര ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഫിസിക്കലി നിങ്ങൾ എഫക്റ്റഡ് ആയിരുന്ന സമയമായിരുന്നെങ്കിൽ ഇവർ ഡോക്ടറോ നഴ്സോ ഒക്കെ ആയിരുന്നിരിക്കാം, നിങ്ങളെ പരിചരിച്ചിരിക്കാം. ഓക്കെ, തിരിച്ചുമായിരിക്കാം കേട്ടോ. അപ്പം നിങ്ങളെ ഹീൽ ചെയ്യാൻ ഇവർ സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. ആ ഹീലിംഗ് നിങ്ങളെ സഹായിച്ച ആ തീവ്ര ബന്ധം അവിടെ ഉടലെടുത്തു കേട്ടോ. നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് അവിടെ ഫീലായി. നിങ്ങൾക്ക് ഇവരോടൊരു നന്ദിയുണ്ട്, മനസ്സിലായില്ലേ? ഇവർ നിങ്ങളെ ആ സമയത്ത് വളരെ കാര്യമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഇവരെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത അത്രയും സപ്പോർട്ട് ഇവർ നിങ്ങൾക്ക് ആ സമയത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ഇവരുടെ ചിന്തകൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു നന്ദി പിന്നീട് ഒരു സ്നേഹമായിട്ട് മാറി. നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് പരസ്പരം ഹീൽ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടോ. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളായാലും ഇവരുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ ഹീലായി പോകുന്നതായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ മാനസികമായിട്ട് നിങ്ങൾക്ക് പരസ്പരം ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ അവരുടെ ശബ്ദം ഒന്ന് കേട്ടാൽ മതി, നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ഹീലിംഗ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇവരുടെ ചിന്ത നിങ്ങൾക്ക് വിട്ടു പോവാത്തത് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ്, കാർമിക്കൊന്നും അല്ല, സപ്പോർട്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവിടെ ഫീൽ ചെയ്യുന്നത്. ക്ലാരിഫൈ 8 ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരുമിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ 8 ഓഫ് പെൻറ്റക്കിൾസ്.
ഹാങ്ഡ് മാൻ ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കണം. നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളൊരു ഒരുപാട് ടാരോ കാണുന്നുണ്ട് ഇവരെ പറ്റി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. അതേപോലെ ഇവരിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഹാങ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പ്രശ്നം ഇവരുടെ അമ്മയായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകൽച്ചയൊന്നുമില്ല. സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് അവർക്ക്. അവരുടെ ഈ മദർ ഫിഗർ, മദർ അല്ലെങ്കിൽ അമ്മയെ പോലെ ഉള്ള ഒരാളുടെ ഒരു ഇൻ്റർഫിയറൻസ് മൂലം ഇവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കും ആയിരിക്കാം കേട്ടോ. ഞാനിപ്പോൾ പറയുന്നതെല്ലാം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നും കൂടെ എടുത്തോളണം. ഓക്കെ, അവിടെ ഇവരുടെ അമ്മ പ്രശ്നമായിട്ട് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കണം. ഓക്കെ, ഡൗറി ഇഷ്യൂസ് ആയിരിക്കണം. നിങ്ങൾ മാരീഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മദർ ഇൻ ലോ ആയിരിക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർക്ക് ഡൗറി റിലേറ്റഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടൊക്കെ ഇവർ എന്തെങ്കിലും ഇഷ്യൂസ് പറയുന്നുണ്ടാവും. നിങ്ങൾ അത്ര പൈസ കൊണ്ടുവന്നില്ല, ഈ വീട് തന്നില്ല, കാറ് തന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യട്ടെ. Clarify the high priestess. Why is high priestess here? Who is this high priestess? Why are they controlling their person? ഫൈനാൻസസ് തന്നെയാണ് അവിടെ ഇഷ്യൂ കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ്, വെൽത്ത്, അബണ്ടൻസ് എന്നൊക്കെയാണ് അവിടെ കാണുന്നത്. വെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ ആണ് ഇത്. മിക്കവാറും ഒരു കോർട്ട് കേസിൽ എത്തിയിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളൊരു സെപ്പറേഷൻ്റെയൊക്കെ വക്കിൽ വരെ എത്തിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. ദേഷ്യം ഇവരുടെ മദറിൻ്റെ അടുത്താണ്. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവരൊരു സ്റ്റാൻഡ് എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഉറച്ച സ്റ്റാൻഡ് എടുക്കണ്ടേ? അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇവരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവരെ മനസ്സിൽ നിന്ന് കളയാനും പറ്റുന്നില്ല. കാരണം ഇവർ നിങ്ങളുമായിട്ട് കൂടുതലായിട്ടും ഇവിടെ നിന്ന് മാരീഡ് ആൾക്കാരാണ് കാണുന്നത് കേട്ടോ. അവിടെ മെയിൻ പ്രശ്നം ഫൈനാൻസ് ആയിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷൻ, വിൽ ദെയർ ബി എനി നെക്സ്റ്റ് ആക്ഷൻ? അവർ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർക്ക് ജഗ്ലിംഗ് മൂലം ഒരു ചോയ്സ് അവിടെ എടുക്കാൻ സാധിക്കുന്നില്ല. ഒരു ചോയ്സ് അവിടെ എടുക്കാൻ സാധിക്കാത്ത സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈവൻ നിങ്ങൾ ലവേഴ്സ് ആണ്, നിങ്ങൾ മാരീഡ് അല്ല എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഇവർ ഇതേ പ്രശ്നം പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ വിവാഹത്തിന് എതിർക്കുന്നുണ്ടാവുക. കാരണം നിങ്ങൾക്ക് ഫൈനാൻസസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സ്റ്റാറ്റസിനൊത്ത ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇവരെ എതിർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ മറക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അവരെ വളരെ ഇഷ്ടമാണ്. അതാണ് പ്രശ്നം. പക്ഷേ ഇവരെ ഒരു സ്ട്രോങ് തീരുമാനം എടുക്കുന്നുമില്ല. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. Two of Pentacles, Death. Two of Pentacles and Death. Queen of Cups പറയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഇമോഷണലി ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് എഫക്റ്റഡ് ആയിരിക്കുന്ന ഒരാളായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ജഗ്ലിംഗ് സിറ്റുവേഷൻ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കൺഫ്യൂഷൻസ് മറികടന്ന് അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവരുടെ എന്തുകൊണ്ടാണ് ഇവർക്ക് അവരെ മറക്കാൻ സാധിക്കാത്തത്? വൈ ദേ ആർ നോട്ട് ഏബിൾ ടു ഫർഗെറ്റ് ദർ പേഴ്സൺ? ന്യൂ ബിഗിനിങ് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇവർക്ക് മറക്കാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞു തരൂ. Why they are not
ഓക്കെ, ഡബിൾ കാർഡാണ് വന്നത് കേട്ടോ. ഡബിൾ കാർഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പ്രതി ഒബ്സെസ്ഡ് ആണ്. ഒബ്സസീവ് തോട്ട്സ് ആണ്. നിങ്ങൾ സ്നേഹം തോന്നിയപ്പോൾ തീവ്രമായിട്ടാണ് സ്നേഹം തോന്നിയത്. ഒബ്സഷൻ്റെ ലെവലിലുള്ള സ്നേഹം അവർക്കായിരിക്കാം, നിങ്ങൾക്കായിരിക്കാം കേട്ടോ. ഞാൻ കൂടുതലായും നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നോക്കുന്നത്. ഒബ്സസ്ഡ് ആണ് നിങ്ങൾ അവരെ പറ്റിയിട്ട്. ഇവരെ പറ്റി ചിന്തകൾ നിർത്താനേ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ അതിതീവ്രമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഇവരുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരെ പ്രതി ഹൈലി ഇമോഷണൽ ആണ്. ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെ മറന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇവരെ പ്രതി ഒബ്സെസ്ഡ് ആണ്. തിരിച്ചുമായിരിക്കാം. ഓക്കെ, ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. നെക്സ്റ്റ് ആക്ഷൻ. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. നെക്സ്റ്റ് ആക്ഷൻ. അവിടെ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയാണ് കാണുന്നത്. ഇതൊരു പോസിറ്റീവ് കാർഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ വളരെ സ്ലോ ആയിട്ട് മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു കാർഡാണത്. അതുകൊണ്ട് അവിടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ വളരെ സ്ലോ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 6 ഓഫ് കപ്സ്. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് കേട്ടോ. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നിരിക്കണം പാസ്റ്റ് ലൈഫിൽ. ഓക്കെ, ഒരു എന്താ പറയുക, സോൾമേറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഒരു കണക്ഷൻ ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ വളരെ കാലമായിട്ട് പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം. ഓക്കെ, ഒരുപാട് കാലമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ന്യൂലി മാരീഡ് ഒന്നും അല്ല, കുറേ കാലമായിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ളതാണ്. ലവേഴ്സ് ആണെങ്കിലും കുറേ കാലമായിട്ട്, ഒരു 2 കൊല്ലത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, സ്നേഹത്തിലാണ് കേട്ടോ. പ്ലീസ് ക്ലാരിഫൈ 6 ഓഫ് കപ്സ്. എന്തുകൊണ്ടാണ് ഇവർക്ക് അവരെ മറക്കാൻ സാധിക്കാത്തത്? ഇവിടെ വന്നത് 6 ഓഫ് സ്വാർഡ്സും 3ഉമാണ്. അവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വളരെ തീവ്രമായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ്. ഒരു പക്ഷേ ഇവർ മാരീഡ് ആയിരിക്കണം. മാരീഡാണ്. അതിൻ്റെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലും ആണ്. നിങ്ങൾ അവരെ പ്രതി ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെക്കാൾ അവർ ആ തേർഡ് പാർട്ടി ആണോ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ മറക്കാൻ സാധിച്ചത്? നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരെ മറക്കാൻ സാധിക്കാത്തത് കേട്ടോ. ഇവരെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാവുമോ ഇവിടെ? നെക്സ്റ്റ് ആക്ഷൻ. മെസ്സേജസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഓൺലൈൻ ആക്ടിവിറ്റീസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഇപ്പോഴും നിങ്ങൾ സംസാരിക്കാറുണ്ട്. ടോട്ടലി കട്ട് ഓഫ് ഉള്ള സിറ്റുവേഷൻ ഒന്നും അല്ല, പക്ഷേ ഇവർ മാരീഡ് ആണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. Clarify the hanged man. Okay, 4 of cups and 9 of wands. ഇവിടെ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴേ ചിന്തകളാണ്. ചിന്തകളിൽ സ്റ്റക്കായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ആ ചിന്തകളിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങളെ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ അഥവാ ഇവരെ പറ്റി ചിന്തിക്കുന്നത് നിർത്തിയാൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി വീണ്ടും ആലോചിച്ചു തുടങ്ങും. ഓക്കെ, എനിക്ക് മറക്കണ്ട ഇവരെ, എനിക്ക് ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്തകളിൽ നിന്ന് പുറത്ത് പോകണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. ഇതിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം കേട്ടോ. കാരണം തുടരെ നിങ്ങൾക്ക് ചിന്തകൾ മാറ്റാനുള്ള അവസരമുണ്ട് ഫ്രണ്ടിൽ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓപ്ഷൻസിലേക്ക് പോവാനും ഈ ചിന്തകൾ നിർത്താനുമുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾ
നിങ്ങളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ. എനിക്ക് ഈ ചിന്തകൾ മതി, എനിക്ക് ഈ പേഴ്സൺ മതി, ഞാൻ ഇവരെ പറ്റി തന്നെ ചിന്തിക്കും എന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനിച്ചിട്ട് അതിൽ കടുംപിടുത്തം പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഇവരുമായിരിക്കാം കേട്ടോ, തിരിച്ചുമായിരിക്കാം, കൂടുതലായിട്ടും നിങ്ങളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവണ്ട എന്ന് തന്നെ നിങ്ങൾ ഇവർ തന്നെ മതി, ഇവരുടെ ചിന്തകൾ മതി, ഇവർ വന്നില്ലെങ്കിൽ പോലും ഇവരുടെ ചിന്തകളുമായിട്ട് മുന്നോട്ട് ജീവിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. ക്ലാരിഫൈ ദ ഫൂള് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ട്രാവൽസ് ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അവിടെ ഒരു ട്രാവൽ പോയപ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായത്. കാരണം നിങ്ങൾ രണ്ടുപേരും ഈക്വലി അഡ്വഞ്ചറസ്, ഈക്വലി പാഷനേറ്റ്, അതേപോലെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, കെയർ ഫ്രീ ആയിട്ട് ബിന്ദാസ് ആയിട്ട് ജീവിക്കാമെന്ന് പറയില്ലേ, അതുപോലെയുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇവർക്ക് അവിടെ നിന്നാണ് ആ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ആ യാത്രകളെ കുറിച്ചൊക്കെ നിങ്ങൾക്കുണ്ട് പരസ്പരം. ഓക്കെ, 2 of Pentacles, 2 of Swords and Ace of Pentacles. 2 of Swords and Ace of Pentacles. അവിടെ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ അവിടെ ആക്ച്വലി ഒരു ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. 2 of Swords തേർഡ് പാർട്ടി ആണോ ഡിവൈൻ? ഗിവ് മീ അ ക്ലാരിറ്റി. 2 of Swords അവിടെ തേർഡ് പാർട്ടി ആണോ? അവരെന്തിനെ കുറിച്ചാണ് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്? ഇവര് തേർഡ് പാർട്ടി ആണോ എന്താണെന്ന് അറിയില്ല. അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ഒരു പക്ഷേ ഫൈനാൻസ് റിലേറ്റഡ് ആയിരിക്കണം. സേവിങ്സിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടും ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ഇവർ ആലോചിക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അവിടെ കാണുന്നു. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അല്ല, അവരുടെ ഫോക്കസ് ഇപ്പോൾ ഫൈനാൻസസിലാണ്, പൈസയിലാണ് ഇപ്പോൾ അവരുടെ ഫോക്കസ് എന്ന് കാണുന്നു. ഓക്കെ, അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വേണോ? നിങ്ങളുമായിട്ട് ഒരു ലവ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഡിസ്ട്രാക്ഷൻ ആവുമോ എന്നിവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ സ്നേഹം ഇവരുടെ മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് സേവിങ്സ്, സമ്പാദ്യം, അതിലൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഈ ചിന്തകൾ, അതായത് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത സംഭവങ്ങൾ, അതേപോലെ നിങ്ങൾ ആ സമയത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടരെ ആലോചിക്കുന്നുണ്ട്. Why are they still, it's only a travel, why can't they stop thinking about this person? നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ, ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവരെ മറക്കാൻ ആഗ്രഹിക്കാത്ത, ഇവർ നിങ്ങളുടെ ലൈഫിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെ മറക്കാൻ ആഗ്രഹിക്കാത്തത്. ഓക്കെ, അവിടെ ഒരു ലവ് ആംഗിൾ വരുന്നില്ല. ഒരു പക്ഷേ പൈസ സമ്പാദിക്കാനൊക്കെ ആയിട്ട് ഇവർ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഇവരെ മറന്നിട്ടില്ല. അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവരെ മറക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ക്ലാരിഫൈ 8 of Swords. Clarify 8 of Swords. Why is 8 of Swords here? Hermit and Lovers. നിങ്ങൾ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ഒരുപാട് സ്നേഹമാണ്. നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജേർണിയിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. എവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. 10 പേരുടെ ഇടയിലിരുന്നാലും ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടില്ല. മനസ്സിൽ ഒരുപാട് സ്നേഹം അടക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടില്ല. എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. നിങ്ങൾ ഇവരെ പറ്റി തുടർച്ചയായിട്ട് ആലോചിക്കുന്നത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിംസോ സോൾമേറ്റോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതിതീവ്രമായ സ്നേഹം നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് ഉണ്ട്. പക്ഷെ നിങ്ങൾ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് ഡ്യൂ ടു സം റീസൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചിന്തകൾ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്നില്ല. ക്ലാരിഫൈ വൈ അവിടെ ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തത് കേട്ടോ. തിരിച്ചു ആയിരിക്കാം, എല്ലാം വൈസ് വേഴ്സയും എടുത്തോളണം. ക്ലാരിഫൈ ഏസ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് വാൻഡ്സ്. നിങ്ങളൊരു ന്യൂ ലവിലൊക്കെ പെട്ടിരിക്കുന്നതായിട്ടാണ് കാരണം ന്യൂ ലവ് ആയിരിക്കാം അത്. ക്ലാരിഫൈ ഏസ് ഓഫ് വാൻഡ്സ്. മാനിഫെസ്റ്റേഷൻ ആൻഡ്
ഓക്കെ, വേൾഡ് ആൻഡ് മജീഷ്യൻ വെച്ചാൽ മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിന്തകൾ നിർത്താൻ സാധിക്കാതെ. അവിടെ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഈവൻ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിലും ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വന്നും പോയൊക്കെ ആയിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. അവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നിവർ നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളും അവരും പരസ്പരം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പരസ്പരം ചിന്തകൾ വരും. നിങ്ങൾക്ക് നിർത്താൻ സാധിക്കില്ല. ആ ഇൻഫിനിറ്റിയുടെ സൈൻ കണ്ടില്ലേ? മജീഷ്യൻ്റെ തലയുടെ മേലെ ഒരു ഇൻഫിനിറ്റിയുടെ സൈൻ ഉണ്ട്. അതൊരു ലൂപ്പാണ്. അതുപോലെ വേൾഡ് കാർഡാണ്, അതൊരു ലൂപ്പാണ് അല്ലേ, ഒരു റൗണ്ട് സർക്കിളാണ്. അതിങ്ങനെ എൻഡില്ലാത്ത സർക്കിളാണ്. അതേപോലെ ഇൻഫിനിറ്റിയും എൻഡില്ലാത്ത ഒരു സിമ്പിളാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ചിന്തകൾ അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നിങ്ങളും അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. അതൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. അവർ 24 മണിക്കൂറും നിങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്, നിങ്ങളും അതെ. അവർ മാനിഫെസ്റ്റ് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കും ഇവരെ പറ്റി ചിന്ത നിർത്താൻ സാധിക്കാത്തത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്നിവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. Page of Cups clarify to you, Divine. Please clarify Page of Cups for me. ഓക്കെ, ഇവിടെയും പ്രപ്പോസൽ റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. 4 ഓഫ് സ്വാർഡ്സും 4 ഓഫ് വാൻഡ്സും ആണ് കേട്ടോ. ഇവിടത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചില ഇവൻസിലൊക്കെ വെച്ച് പരസ്പരം കാണാറുണ്ടായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് ഉള്ള ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരിക്കും. നിങ്ങൾ തമ്മിൽ മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ടായിരിക്കും. മേ ബി ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവാം. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ പ്രപ്പോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട്. സ്നേഹം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ല ഇത് ഒരു കൺഫേംഡ് ഇൻഫാറ്റുവേഷൻ ആണോ. ഇൻഫാറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമുക്ക് പെട്ടെന്നൊരു സ്നേഹം തോന്നി, അത് ഉറപ്പുള്ള സ്നേഹമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് മുന്നോട്ട് പോകണോ എന്ന് നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ തുടർച്ചയായിട്ട് ഇവരെ മറക്കാനും സാധിക്കുന്നില്ല. ഇവരുടെ അടുത്ത് പറയണം എന്ന് നിങ്ങൾ കാരണം നിങ്ങൾ എപ്പോഴും കാണാറുണ്ട് പരസ്പരം. സ്ട്രെസ്സാണത് കാരണം. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കും, എസ്പെഷ്യലി ഇവൻറ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻസിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരിക്കുക. ഓക്കെ, ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഒരു പ്രയർ ഗ്രൂപ്പിലായിരിക്കും, അതായത് ഒരു ഇവൻ്റാണത്. അവിടെ വെച്ചിട്ട് നിങ്ങൾ മാരേജസ് ആയിരിക്കാം, തുടർച്ചയായിട്ട് നിങ്ങൾ അവിടെ വെച്ചിട്ടാണ് കാണാറുള്ളത്. ഇവർക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ആഗ്രഹം, നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറഞ്ഞാൽ തെറ്റായി പോകുമോ എന്നുള്ളൊരു ഭയം കാരണം നിങ്ങൾ പറയാതിരിക്കുകയാണ്. പറയാതിരിക്കുന്ന സ്ട്രെസ്സ് മൂലം തുടർച്ചയായിട്ട് ഇവരുടെ അടുത്ത് പറയുന്നില്ലല്ലോ, ഇഷ്ടവും ഉണ്ട് മനസ്സിൽ. അതുകൊണ്ടാണ് ഇവരെ പറ്റിയുള്ള ചിന്തകൾ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കാത്തത് കേട്ടോ. ഇത് ഇവർ പ്രപ്പോസ് ചെയ്താൽ ഇത് സക്സസ് ആവുമോ? ഗിവ് മി എൻ എസ് ഓർ നോ കാർഡ്. എനിക്കൊരു എസ് ഓർ നോ കാർഡ് തരൂ ഡിവൈൻ. ഇവർ പ്രപ്പോസ് ചെയ്താൽ അത് സക്സസ് ആകുമോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഡിവൈൻ കേട്ടോ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് സക്സസ് ആവും. നിങ്ങൾ തുറന്ന് പറയാതെ വിഷമിക്കുകയാണെങ്കിൽ, എന്തായിരിക്കും ഇതിൻ്റെ സിറ്റുവേഷൻ എന്നറിയാതെ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ തുറന്ന് സംസാരിക്കൂ. അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം 11 എന്ന് പറയുന്ന ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. ഓക്കെ, ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിരുന്നു പേജ് ഓഫ് വാൻഡ്സ്. ഏസ് ഓഫ് സ്വാർഡ്സ് ആൻഡ് ദി ഫൂൾ. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഒരു പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ബന്ധമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നാണ് നിങ്ങൾ ഒരു റീയൂണിയനിലോ ഒരു യാത്രയുടെ ഇടയിലോ വല്ലതും വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടാകണം. ഓക്കെ, നിങ്ങളുടെ കോളേജ് ടൈം സ്കൂൾ ടൈം ഫ്രണ്ടൊക്കെ ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി, പഴയ ഓർമ്മകളൊക്കെ വന്നു. ഓക്കെ, ഒരു ട്രെക്കിംഗ് അങ്ങനെയൊക്കെ പോയപ്പോഴായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്. അല്ലെങ്കിൽ നിങ്ങൾ റീയൂണിയൻ എവിടെയെങ്കിലും ഒരു ഹില്ലി ഏരിയയിലൊക്കെ വെച്ചിട്ടായിരിക്കണം. അവിടെ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടു. അവിടെ വെച്ചിട്ട് നിങ്ങൾക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടി. ക്ലാരിഫൈ.
ഇവർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരിക്കും ഇത് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം ആണെന്ന്. ഓക്കെ, അങ്ങനെയാണോ എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് കൂടെയുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്ണറായിട്ടുള്ള ഒരാളെക്കാളും ഇവരായിരുന്നു എൻ്റെ പാർട്ട്ണറെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു റിയാലിറ്റി ചെക്ക് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, കാരണം നിങ്ങളുമായിട്ടാണ് അവർ കമ്പാറ്റബിൾ ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ ഒരേപോലെ അഡ്വഞ്ചറസ് ആയിരിക്കും, നിങ്ങൾ ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അവിടെ വെച്ച് കിട്ടി. നിങ്ങൾ അവിടെ നിന്ന് ചാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു റീയൂണിയനിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ വെച്ച് കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ മെസ്സേജസ് അയച്ചു തുടങ്ങി. ആ മെസ്സേജസ് അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ റിയലൈസേഷൻ കിട്ടി. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവരെ മറക്കാൻ സാധിക്കുന്നില്ല. ക്ലാരിഫൈ, ഈസ് ദർ എ തേർഡ് പാർട്ടി ദർ? പ്ലീസ് ക്ലാരിഫൈ ഇഫ് ദർ ഇസ് എ തേർഡ് പാർട്ടി പ്രസൻറ്റ്. ഉണ്ട്, അവിടെ ഒരു ഫാമിലി ഉണ്ട്, ഏത് സൈഡിൽ ഒരു ഫാമിലി ഉണ്ട്. അതൊരു തടസ്സമാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം. ശരിയായ ആൾ തെറ്റായ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വന്നു എന്ന് നിങ്ങൾക്കോ അവർക്കോ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷെ എന്താ ഒരു സ്നേഹം തോന്നിപ്പോയി, മനസ്സിൽ നിന്ന് കളയാനും പറ്റുന്നില്ല, മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഈ കണ്ട എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല. ഈ കൂട്ടരുണ്ടല്ലോ, ഇവർ പ്രപ്പോസ് ചെയ്യൂ കേട്ടോ. പ്രപ്പോസ് ചെയ്ത് നോക്കൂ, ഇത് സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോവരുത് എന്ന് പറഞ്ഞിട്ട് ഇവർ തീവ്രമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കണക്ഷൻ വിട്ടു പോവാതെ ഈ ചിന്തകൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. ഇന്ന് ലൈവ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കാര്യം കുറച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ, ആക്ടിവേറ്റഡ് ആണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഹൈപ്പ് കൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് കുറച്ച് റീച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാം ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നന്ദി. ഓക്കെ, അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് മൺഡേ 11 o'clock ഓക്കെ, കേൾക്കണേ. സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ലൈവ് മൺഡേ 11 o'clock പറ്റുന്നവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക. ഇന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത എല്ലാവർക്കും തന്നെ എത്രയും പെട്ടെന്നൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാനും ചെയ്തിരുന്നു ഇന്ന് മാനിഫെസ്റ്റേഷൻ. എനിക്ക് വളരെ മനസ്സിനോട് അടുത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാനും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനും ഒരു പോസിറ്റീവ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ബൈ.